വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം 2 വഴികളാണ് ഉള്ളത്. ഒന്ന് മുഖ്യമന്ത്രി കസേര, അല്ലെങ്കിൽ വനവാസം. ഇത് രണ്ടും ഒന്ന് സെലക്ട് ചെയ്തേ പറ്റൂ. അത് വെള്ളാപ്പള്ളി അടക്കം ഇത്തരത്തിൽ സതീശനെതിരെ രംഗത്തുണ്ട്. സതീശനും ചില വെല്ലുവിളികൾ ഏറ്റെടുത്തിരിക്കുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം സതീശനെ സംബന്ധിച്ചിടത്തോളം ഇനി മുഖ്യമന്ത്രി കസേരയിൽ കുറഞ്ഞൊന്നും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സതീശനും ആ ഒരു ഡീലോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സതീശൻ പിടിച്ച പുലിവാല. വെള്ളാപ്പള്ളി നടേശൻ 98 സീറ്റ് കോൺഗ്രസ് UDFന് കിട്ടൂല, ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ 98 സീറ്റൊന്നും വേണ്ടല്ലോ, 71 സീറ്റ് പോരെ ശരിക്കും ഭരണത്തിൽ, അത് മതി എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഈ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിയിട്ട് വി ഡി സതീശൻ തന്ത്രപരമായിട്ട് അതൊന്ന് ഒഴിഞ്ഞു മാറുന്നതായിരുന്നു നല്ലത്. ഞാനത് വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. കാരണം ഈ വി ഡി സതീശനെക്കാട്ടിയും വലിയ നേതാവാണ് കെ സുധാകരൻ മുൻപ് ഉദുമയിൽ ഞാൻ മത്സരിച്ച് ജയിച്ചില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും, എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ കെ സുധാകരൻ. അതിനുശേഷം കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചു, കണ്ണൂരിൽ നിന്ന് ജയിച്ചു, ഇപ്പോൾ പറഞ്ഞ പോലെ KPCC പ്രസിഡൻ്റായി. അതൊക്കെ വെറും എന്താ പറയുക, ഒരു പൊള്ളയായ ഒരു വീരവാദം എന്ന് വേണമെങ്കിൽ മാത്രം കണ്ടാൽ മതി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. വി ഡി സതീശൻ്റെ ഇത് അങ്ങനെ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.